അത് നമ്മുടെ ശരിക്കും നമ്മളങ്ങ് മാറിയിട്ട് തനിക്കോണം കാണിക്കുക എന്നൊക്കെ പറയില്ല, അത് വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എത്തും. പിന്നെ എങ്ങനെയും മറ്റൊരാളെ തോപ്പിച്ച് ജയിക്കാനല്ലേ നോക്കുന്നത്, അവിടെ അങ്ങനെയാത്തൊരു പ്ലേസ് അല്ലേ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടം, എങ്ങനെയാണ് ഒരാളുടെ മൈൻഡ് മാറി വരുമ്പോൾ ഹൈ നമസ്കാരം ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് പോകാൻ നേരത്ത് അവരങ്ങ് ഭദ്രകാളി ആവുന്നതൊക്കെ പറയില്ല, അതുപോലെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. സോ എനിക്കത് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്ക് അനീഷിൻ്റെ പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കൊരു ഫേവർ എന്ന് പറയാൻ പറ്റില്ല, അതിലെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ ചെറുപ്പത്തിലേ അവരോടൊപ്പം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ. ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, അറിയായിരിക്കും തോന്നുന്നു, ഏഷ്യാനെറ്റ് കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റ് ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെ അറിയാവുന്നവരുണ്ട്. ഇപ്പം അനീഷ് ശരത്ത് പോയി, അപ്പം ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആണ്. ഇപ്പോൾ ഉള്ള ഷാനവാസക്ക, എങ്കിലും എല്ലാവരെയും അറിയാമെങ്കിലും എനിക്ക് അനീഷിൻ്റെ ഗെയിമാണ് ഇഷ്ടം. പേഴ്സണലി എനിക്ക് ആദില നൂറ, അതിപ്പോൾ എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ആളാണ്. ആദിലയുടെയും നൂറയും അവർ എല്ലാവരും വിചാരിച്ചോണ്ട് 2 ആഴ്ച പോകുന്നു, ഇനിയിപ്പോൾ എത്ര നാളായി. ഫൈനൽ ടോപ്പ് 5 അവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുടെ തോട്ടുകൾ മാറണം. പിന്നെ ഇതിൻ്റെ താഴെയും ചെന്നപ്പോൾ അവരെയൊക്കെ മോശം പറഞ്ഞെന്നിരിക്കുക കമൻറ്റ്, ഞാൻ അതൊന്നും ബോധർ ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണൽ എൻ്റെ ആദില നൂറ, അതിൽ ആരെങ്കിലും ഒരാൾ വിൻ ചെയ്താൽ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും.